ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു. ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, കൊപ്പം. ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടർ പൊക്കി. കുതിരപ്പുഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന കർഷകർക്ക് തിരിച്ചടി. കാർഷിക വിളകൾ ഉണങ്ങുന്നു. കിണറുകളിൽ വെള്ളം താഴുന്നതും ആശങ്ക സൃഷ്ടിക്കുന്നു. ചാലിയാർ പുഴയ്ക്ക് കുറുകെയുള്ള ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടറുകൾ പൊക്കിയതോടെ ജലം വ്യാപകമായി താഴെ ഒഴുകി പോകുന്നതാണ് കുതിരപ്പുഴയിൽ ജലവിധാനം വ്യാപകമായി താഴാൻ കാരണം. ഷട്ടർ താഴ്ത്തി റിസർവയറിൽ ജലനിരപ്പ് 4.7 മീറ്ററാക്കി അടിയന്തരമായി ഉയർത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം. തൃക്കൈക്കുത്ത്, വള്ളിക്കെട്ട്, കുളക്കണ്ടം ഭാഗങ്ങളിലെ 400ഓളം കർഷകരാണ് ആശങ്കയിൽ കഴിയുന്നത്. മമ്പാട് പഞ്ചായത്തിലെ പ്രധാന കാർഷിക മേഖലയാണ് തൃക്കൈക്കുത്തും വള്ളിക്കെട്ടും. നിലമ്പൂർ നഗരസഭയിലെ പ്രധാന കാർഷിക മേഖലയിൽ ഒന്നാണ് കുളക്കണ്ടം. കുതിരപ്പുഴയെ ആശ്രയിച്ചാണ് ഈ പ്രദേശങ്ങളിൽ കർഷകർ കൃഷി ചെയ്യുന്നത്. ഷട്ടർ ഉയർത്തിയതിന്റെ ഫലമായി കുതിരപ്പുഴയിൽ ജലവിധാനം അപകടകരമായ അവസ്ഥയിലേക്ക് താഴ്ന്നതോടെ വാഴ, തെങ്ങ്, കമുക് കൃഷികൾ കരിഞ്ഞ് ഉണങ്ങുകയാണെന്ന് കർഷകർ പറയുന്നു. കഴിഞ്ഞ 5 വർഷത്തോളമായി ഇവിടെ യാതൊരു വെള്ളത്തിന് ക്ഷാമവും ഉണ്ടായിട്ടില്ല. ഇതുവരെ നല്ല ആ ഓടായിക്കലെ ബ്രിഡ്ജിന്റെ ഇതിൽ കൊണ്ട് നല്ല വെള്ളം എല്ലാവർക്കും കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതുവരെയും കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഒരു 3 ദിവസമായിട്ട് വെള്ളം തീരെ അവർ തുറന്നു വിട്ടിരിക്കുകയാണ്. അതിനുള്ള പരിഹാര നടപടികളും അതൊക്കെ ചെയ്യേണ്ടത് നിർബന്ധമാണ്. അല്ലെങ്കിൽ ഇവിടെ കടന്ന കർഷകരാകെ ബുദ്ധിമുട്ട് വന്നു. വെള്ളത്തിന്റെ ലഭ്യത ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഈ ചാക്കിട്ട് ഇവിടെ വെള്ളം ഉള്ളത് തടഞ്ഞു നിർത്തിയിരിക്കുക. ചെറിയ ഊറ്റുറവ് മാത്രം പുറകോട്ട് പോകുന്നു. ഇതിന്റെ ആശ്രയിച്ചാണ് ഈ വീടുകളിൽ ഇവിടെ ഉള്ള കിണറുകളും എല്ലാം നിൽക്കുന്നത്. ഈ വെള്ളം ഇവിടെ തുറന്നു കഴിഞ്ഞാൽ കിണറ്റുകളിലൊന്നും വെള്ളം കിട്ടുകയില്ല. അതുകൊണ്ട് നിങ്ങൾ അതിനുള്ള പരിഹാരം എത്രയും പെട്ടെന്ന് കണ്ടില്ലെങ്കിൽ ഞങ്ങൾ ഇതിന്റെ നടപടിയുമായിട്ട് ഞങ്ങൾ കൃഷി പദ്ധതിയുടെ ചുമതലയുള്ള എയെ കണ്ട് കൃഷിയെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അനുകൂല നിലപാട് ഉണ്ടായിട്ടില്ല. കൃഷി ഓഫീസർക്ക് പരാതി നൽകിയപ്പോൾ സർക്കാർ വരൾച്ചാ മേഖലയായി പ്രഖ്യാപിച്ച ശേഷം നോക്കാമെന്ന നിഷേധ നിലപാടാണ് സ്വീകരിച്ചതെന്നും കർഷകർക്ക് നേരെ മുഖം തിരിച്ചു നിൽക്കുന്ന നിലപാടാണ് കൃഷിവകുപ്പ് സ്വീകരിക്കുന്നതെന്നും കർഷകരായ ജോബിൻസ് റോയ്, ഷാജി, വർഗീസ്, ജെയിംസ്, ചെറിയാൻ എന്നിവർ പറഞ്ഞു. ഓടായിക്കൽ റെഗുലേറ്റർ ബ്രിഡ്ജ് 4.7% പൊട്ടിയ ഒരു മീറ്റർ 7% 4.7 മീറ്റർ പൊക്കിയാ ഞങ്ങൾക്ക് ഒരു കാലത്തും വെള്ളം പറ്റത്തില്ല. ഇതിപ്പോ ജനുവരി, ഫെബ്രുവരി മാസമായിട്ടേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് ഇവിടെ വരൾച്ചയുടെ ആ തോത് കൂടിക്കൊണ്ടിരിക്കുക. ഇനി 3 മാസം കൊണ്ട് ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും നശിച്ചു പോകും. ഞങ്ങൾ ഈ അധികൃതർ ഒരു കണ്ണു തുറന്ന് ഇതിനൊരു പരിഹാരം കാണിക്കാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ജലസേചനം മുടങ്ങിയതിനു പുറമെ കുടിവെള്ളവും കിട്ടാക്കനിയാകുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. കാർഷിക മേഖലയിൽ വേനൽക്കാലത്ത് ജലസേചനം ഉറപ്പാക്കാനാണ് കോടികൾ ചിലവഴിച്ച് UDF സർക്കാരിന്റെ കാലത്ത് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് യാഥാർത്ഥ്യമാക്കിയത്. കഴിഞ്ഞ 5 വർഷമായി കുതിരപ്പുഴയിൽ ജലക്ഷാമം ഉണ്ടായിരുന്നില്ല. എന്നാൽ അശാസ്ത്രീയമായി ഷട്ടർ ഉയർത്തി ജലം ഒഴുക്കിക്കളയുന്നതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. ജലസേചന വകുപ്പും മമ്പാട് പഞ്ചായത്ത് ഭരണസമിതിയും നിലമ്പൂർ നഗരസഭ ഭരണസമിതിയും വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം. കുലച്ചു തുടങ്ങിയ വാഴകൾ ഉൾപ്പെടെ കരിഞ്ഞ് ഉണങ്ങി വീഴുകയാണ്. വന്യമൃഗങ്ങൾ നശിപ്പിക്കാതെ രാത്രിയിൽ കാവൽ കിടന്ന് സംരക്ഷിച്ച കാർഷിക വിളകളാണ് നശിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മമ്പാട്. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.